അത്യാവശ്യത്തിൽ കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാനത് അങ്ങനെ ഒരുപാട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ്. അപ്പോൾ ഈ പറയുന്ന ഈ ഇടയ്ക്ക് 2 ദിവസം മുന്നേ മരിച്ച പെൺകുട്ടിയുടെ കാര്യങ്ങളും ആ വീഡിയോസെല്ലാം ഞാൻ കാണുന്ന ഒരാളാണ്. ഫോളോ ചെയ്തിട്ടില്ല, കാണുന്ന ഒരാളാണ്. പക്ഷേ അത് കാണാനിടെ കാര്യം ആ ട്രോളിലും എന്തൊക്കെയോ ഇതിലൊക്കെ കയറി വന്ന് അങ്ങനെ കണ്ടതാണ്. അവർ അല്ലാതെ അക്കൗണ്ടിലായിട്ട് കണ്ടതല്ല, ഓരോ ട്രോൾ പേജുകൾ അവരെ വീഡിയോസ് എടുത്തിട്ട് അലക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതിലുള്ള കണ്ടൻറ്റൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ ആ കുട്ടി 18 വയസ്സാണ് അല്ലെങ്കിൽ 17 വയസ്സിലാണ് ആ വീഡിയോ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. പക്ഷേ അതിലെ കണ്ടൻറ്റുകൾ നിങ്ങൾ ഈ ഇതിൽ പെൺകുട്ടി മരിച്ചതിന് ശേഷം പല വീഡിയോസിലും അതിൻ്റെ മരിച്ചതിൻ്റെ വീഡിയോ ഇട്ട് ആൾക്കാർ റീച്ച് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലുള്ള കമൻറ്റ് അവൾ പാവം അല്ലെങ്കിൽ നല്ലൊരു കുട്ടിയായിരുന്നു അവൾ മരിച്ചു, അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് ആൾക്കാരെന്തോ കമൻറ്റ് ഇട്ടു അതുകൊണ്ടാണ് അവൾ മരിച്ചത് എന്നുള്ള രീതിയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ കമൻറ്റ് ഇട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, കമൻറ്റ് ഇട്ടത് കൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ എന്തുകൊണ്ട് അവർ ആ കമൻറ്റ് ഇട്ടു? അതെന്തായാലും ചിന്തിക്കാത്തത്? ഒരു നല്ലൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് അവർ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ കമൻറ്റ് കാണേണ്ടി വരുമായിരുന്നോ? അല്ലെ അവർക്ക് ആ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമോ? ഇല്ല, അവർ ചെയ്ത നെഗറ്റീവ് വീഡിയോസിനാണ് ഇതേപോലുള്ള കമൻറ്റുകൾ വന്നിട്ടുള്ളത്. അവർ ചെയ്തൊരു നല്ല വീഡിയോയ്ക്ക് അങ്ങനെ മോശപ്പെട്ട ഒരു കമൻറ്റ് വന്നിട്ടില്ല. അവർ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചതിനാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. അതും വലിയ രീതിയിലൊന്നുമില്ല. ഇനിയിപ്പോൾ കമൻറ്റ് ബോക്സിൽ അല്ല പേഴ്സണലായിട്ട് മെസ്സേജ് ആയിരിക്കും ചിലപ്പോൾ ചെന്നത്, അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നവർക്ക് അറിയില്ലേ നാട്ടുകാർ ഏത് രീതിയിലെടുക്കും, അല്ലെങ്കിൽ അവരിങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കുക അല്ലെ പറയും എന്നുള്ള. അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു സാധനം ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് വേറെ ആരെയും കാണിച്ചില്ല, വീട്ടുകാരെങ്കിലും കാണിക്കാനുള്ള ബോധം ഈ പിള്ളേർക്കില്ലേ. ഓക്കെ, പയ്യനെ വിടാം, പയ്യനെ 10-22 വയസ്സോ എത്ര വയസ്സായെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, അവൻ്റെ കേസ് വിടാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-20 വയസ്സ് കഴിഞ്ഞൊരു പയ്യനായിരിക്കുമല്ലോ, അപ്പോൾ അവൻ്റെ കാര്യം പോട്ടെ. പെണ്ണിന് 17-18 വയസ്സേ ആയുള്ളൂ. ഇപ്പോൾ 18 വയസ്സായെന്നാണ് പറയുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ 17 വയസ്സെന്നാണ് പറയുന്നത്. അപ്പോൾ 17 വയസ്സെന്ന് തന്നെ കൂട്ടാം. ഈ 17 വയസ്സായ ഒരു പെൺകുട്ടി ഏത് തരത്തിലുള്ള വീഡിയോ ഇടുന്നു, എന്ത് ഡ്രസ്സ് ഇടുന്നു, എന്ത് കൂട്ടുകാരോടൊപ്പം എന്താണ് ചെയ്യുന്നത്, കൂട്ടുകാരോടെ ആണോ അതെ അവരുടെ പ്രായത്തിൽ മൂത്ത ആൺകുട്ടികളുമായിട്ടാണോ, ആരോടെയാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്ത് വീഡിയോ ആണ് ചെയ്യുന്നതെന്നെങ്കിലും ഈ വീട്ടുകാരെന്താ ഇതുവരെ ശ്രദ്ധിക്കാത്തത്? അപ്പോൾ ഇടയ്ക്ക് ഇപ്പം ന്യൂസിൽ പറയുന്ന കേട്ടു അവർ യൂട്യൂബ് വരുമാനം ഷെയർ ചെയ്യുമായിരുന്നു. ഇപ്പം കുറ്റക്കാരൻ മൊത്തം പയ്യനായല്ലോ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് യൂട്യൂബ് വരുമാനം മൊത്തം അവർ പരസ്പരം ഷെയർ ചെയ്താണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 17 വയസ്സായ പെൺകുട്ടി വീട്ടിലേക്ക് മാസാമാസം പൈസകൾ കൊണ്ടുവരുമ്പോൾ വീട്ടുകാരറിയുന്നില്ലേ ഇതെങ്ങനെ പൈസ കിട്ടുന്നു, ഇവരെന്ത് കാണിച്ചിട്ടാണ് ഇതാക്കുന്നത്? അപ്പോൾ വീട്ടുകാരോട് സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. ഈ 17 വയസ്സായ പെൺകുട്ടി അതിൽ അവളെ അക്കൗണ്ടൊക്കെ ഇപ്പോഴും എല്ലാം ഓപ്പണാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അതിൽ നോക്കിയാൽ മതി. അവരിവിടെ എല്ലാം പോയിട്ടുള്ള വീഡിയോസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാം വീട്ടിൽ ഇരുന്നോ, വീട്ടിൻ്റെ ചുറ്റോട്ടത്ത് ഈ പോയിടത്തെല്ലാം വീട്ടുകാരെ കൊണ്ടുപോവുകയാണോ വീഡിയോ എടുത്തേക്കുന്നത്? അല്ല, അവർ ഈ പ്രായത്തിൽ അവർ ഫ്രീ ആയിട്ട് വിട്ട് അവരുടെ തോന്നിയാസത്തിന് പോയി വീഡിയോസ് എടുത്തു. അവർ ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർ ചെയ്തു. അതിന് സാഹചര്യം ഒരുക്കി കൊടുത്താരാ വീട്ടുകാർ. അപ്പോൾ അവർക്ക് വീട്ടുകാർക്ക് എന്താ വേണ്ട, അവർ പൈസയ്ക്ക് വേണ്ടി. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ, അത് ഞാൻ പച്ചയ്ക്ക് പറയാം, വീട്ടുകാർ തന്നെയാണ് തെറ്റുകാർ. വീട്ടുകാർ ഇപ്പോഴുള്ള പിള്ളേരെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അത് 18 വയസ്സ് കഴിഞ്ഞിട്ട് പറഞ്ഞു. ഈ 15, 16, 17 വയസ്സുള്ള പെൺകുട്ടികളെയെങ്കിലും, ആൺകുട്ടികളെ പിന്നെയും വിടാം, അവരെ പറഞ്ഞാൽ കേട്ടില്ല, അങ്ങനെ പോയി ഇങ്ങനെ പോയെന്ന് പറയും. ഈ പെൺകുട്ടികളെങ്കിലും നിലയ്ക്ക് നിർത്താൻ പറ്റാത്ത രക്ഷിതാക്കൾ അവർ വേറെ എന്താണ് ചെയ്യുന്നത്? ഈ പിള്ളേർ അവൻ്റെ ഇടയിലും കൂടെ പോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യട്ടെ, മാസം പൈസ ഇങ്ങ് കൊണ്ടുവന്നത് എന്നുള്ള രീതിയാണോ? ഒരുപാടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് നല്ല എന്താ പറയുക പെൺകുട്ടികൾ. അവർ ഒരു സമയം കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നു കഴിഞ്ഞ് പിന്നെ റീൽസിലെ റീച്ചിന് വേണ്ടിയിട്ട് അവരെന്തെല്ലാം കാണിക്കാൻ പറ്റുമോ അവരെ കാണിക്കാൻ വേണ്ടി അങ്ങേയറ്റം അവർ കാണിച്ചാണ് ഇതുണ്ടാക്കുന്നത്. കാര്യം പെൺകുട്ടി വേറെ പ്രത്യേകിച്ച് കഴിവില്ല അവർക്ക്, ഒന്നാമത്തെ അതാണ്. വേറെ അവർക്കിപ്പം പടം വരയ്ക്കാനോ പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. എല്ലാം അരാപരം ആവറേജ് പിള്ളേർ. കാണാൻ അത്യാവശ്യം ഭംഗിയുള്ളതുകൊണ്ട് അവർ അത് ശരീരം വിറ്റ് റീച്ച് ഉണ്ടാക്കുന്നു. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം മൊത്തം അങ്ങനെ തന്നെയാണ്. ഏറെക്കുറെ കുട്ടികൾ, അതായത് റീച്ച് ആവുന്ന എല്ലാവരും ശരീരം വിറ്റ് തന്നെയാണ് ഇതാക്കുന്നത്. അതിൽ കഴിവുള്ള കുട്ടികൾ ഉണ്ട്, അവർക്ക് തീരെ ഫോളോവേഴ്സും കുറവാണ്, റീച്ചും കുറവാണ്, അവരെങ്ങും എത്തുന്നില്ല. ഇങ്ങനെ ശരീരം വിറ്റ് ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ. അത് വിറ്റ് ജീവിക്കുന്നതിന് വീട്ടുകാർക്കും പരാതിയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതൊരു പ്രശ്നം ഉണ്ടാകുന്നത് വരെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ വേറെ ആർക്കും, ഇനി നാട്ടുകാരെന്ന് എനിക്കറിയില്ല, വീട്ടുകാർക്ക് പരാതി ഉണ്ട്. ഇപ്പം പറയാമല്ലോ വീട്ടുകാരുടെ അങ്ങനെയുള്ള വീഡിയോസൊന്നും ചെയ്യരുത്, അത് മോശമുണ്ടല്ലേ, നാട്ടുകാർ അങ്ങനെ പറയല്ലേ, ഇങ്ങനെ പറയാമല്ലേ, അവൻ്റെ കൂടെ അങ്ങനെ കറങ്ങി നടക്കരുത്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ട് വീട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തുകൂടാ? അത് പറഞ്ഞാൽ കേൾക്കാൻ പറ്റാത്ത കാര്യം എന്താ?
അപ്പോൾ വീട്ടുകാർ ഇതെല്ലാം ഇത് അംഗീകരിച്ചത് കൊണ്ടല്ലേ ഇതെല്ലാം നടക്കുന്നത്. എന്നിട്ട് അവസാനം ഇപ്പം അവൻ മാത്രം എങ്ങനെ കുറ്റക്കാരനാവുന്നത്? ഇപ്പം ആൺകുട്ടികളുടെ സ്വഭാവം അനുസരിച്ച് കിട്ടിയ ആരായാലും എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. അതിൽ ഈ കമൻറ്റ് ബോക്സിൽ കിടന്ന് നല്ല പിള്ള ചമയണവന്മാരായിരിക്കും ആദ്യം ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനെ അവനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടോ ഇനി കേസെടുത്തിട്ടോ എന്താ പ്രയോജനമുള്ളത്? ഈ വീട്ടുകാരും കൂടെ അതിന് സമ്മതിച്ചിറക്കി വിട്ടിട്ടല്ലേ. അല്ല അവനെ മാത്രം ഇനി തെറ്റ് പറഞ്ഞിട്ടോ കുറ്റം പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിന് അവൻ കൊണ്ട് പീഡിപ്പിക്കുകയൊന്നും അല്ലല്ലോ. ഇപ്പം അവൻ പീഡിപ്പിച്ചതായി, പോസ്കോ കേസായോ ഒക്കെ ശരി. അപ്പോൾ എന്തായാലും ഇതിന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. അവളെ ഇഷ്ടത്തിനെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്, അല്ലാതെ അവൻ നിർബന്ധിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ലോ. ഒരു തവണയല്ലല്ലോ, ഒന്നിൽ കൂടുതൽ അവൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന അവൾക്ക് തുറന്ന് വേറെ വീട്ടിൽ പറയാമായിരുന്നല്ലോ. ഇതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാവുമായിരുന്നല്ലോ. അപ്പോൾ അവൾക്ക് ഇപ്പം വീട്ടുകാർ പ്രശ്നങ്ങൾ, ഇപ്പോൾ പരീക്ഷിക്കുന്നത് തോറ്റാരും എന്തോ പല ഇതിലും പറയുന്നുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അവനൊരു ബ്രേക്കപ്പ് ആയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രശ്നങ്ങളും ആയപ്പോൾ അവൾക്ക് താങ്ങാൻ പറ്റി കാണത്തില്ല, അവൾ ചെയ്തു. അതിന്